എടി ലച്ചുവിനെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഓ ചില ദിവസം അങ്ങനെ അമ്മ ലേറ്റായേ വരുള്ളൂ. എന്നാലും വരും കേട്ടോ. അവളെ കുഴിപ്പള്ളത്തെ വീട്ടിലെ അടുക്കളയിൽ കയറി ജോലിയൊക്കെ ചെയ്യുമോ? അടുക്കളയിൽ കയറി സഹായിക്കുമെന്നൊക്കെയാണ് എന്നോട് പറയാറുള്ളത്. സഹായിക്കുമല്ലോ എന്നുള്ളത് അവൾക്ക് ഓക്കട അമ്മായിയമ്മക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. ആ എത്തി ഞാൻ അവിടുത്തെ അടുക്കളയിൽ കയറി സഹായിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നിട്ട് ഈ കാന്താരി രസവും മീൻകറിയൊക്കെ ഉണ്ടാക്കണേ. ഓ അതൊക്കെ ശരി തന്നെ. എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റൂലല്ലേ? ഒരു കാര്യം ചെയ്യാം, ഒരു പൊതുസമ്മേളനം വിളിച്ചു കൂട്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ അങ്ങോട്ട് ഞാൻ അംഗീകരിക്കാം. എന്നിട്ട് ഒരു ഗോൾഡ് മെഡൽ ഇട്ട് തരാം. മതിയാവോ? അമ്മ എന്നെ ഈ പറയുന്നതിനൊക്കെ ഒരു ദിവസം എണ്ണി കണക്ക് പറയേണ്ട വരും. ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്നോ? ആ ദിവസം വരുമ്പോൾ ഒന്ന് നേരത്തെ അറിയിക്കണേ. എന്തോന്നാ കൊച്ചെ ഇങ്ങനൊക്കെ പറയുന്നേ? ലച്ചുവിന് വിവരക്കുറവാണെന്ന് ഇവിടെ പരക്കെ ഒരു സംസാരമുണ്ട്. അമ്മ അത് കേട്ടിട്ടില്ലല്ലോ. എന്താടി നീ അർത്ഥം വെച്ചിരിക്കുന്നേ? അതല്ല, ഞാൻ ആലോചിക്കുവായിരുന്നേ, ഒരു 2-3 കൊല്ലം കഴിയുമ്പോ ചേട്ടൻ എന്തായാലും പെണ്ണ് കിട്ടുമല്ലോ. അപ്പൊ ആ കെട്ടുന്ന പെണ്ണ് രാവിലെ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ അമ്മ രാവിലെ എണീറ്റ് കുളിച്ച് അടുക്കളയിലൊക്കെ കയറി ചായയൊക്കെ ഇട്ട് ആ പെൺകൊച്ചിനെ കൊണ്ടേ കൊടുക്കും. ഇനി വന്നു കയറുന്ന പെൺകൊച്ചിന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ചായ കിട്ടിയില്ലെങ്കിൽ ബാക്കി പറയടി. ബാക്കി പറ. കിട്ടിയില്ലെങ്കിൽ ഒന്നെങ്കിൽ അവൾ എന്നെ തല്ലും, അല്ലെങ്കിൽ ചൂട് ചായ അവൾ എന്നെ തലയ്ക്ക് വഴി ഒഴിക്കും. ഇതാണ് അവൾ പറയാൻ പോയത്. അവളെ കൊണ്ട് പറ്റാത്തത് വേറൊരു കൊച്ചെന്നെ ചെയ്യുമെന്നാണ് അവൾ ഇത്രയും നേരം പറഞ്ഞത്. ദൈവമേ, പറയുന്ന കേട്ട അമ്മേ, ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം അമ്മ ഈ പൊലിപ്പിച്ച് പറയണേ. ചുമ്മാ ചോദിച്ചേ, അല്ലെങ്കിൽ ഇപ്പൊ രണ്ടുപേരും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. നീലുവേ എന്താ എടി വിഷ്ണുവിന് 30 വയസ്സായോ? 28 വയസ്സ് കഴിഞ്ഞ് 29ാമത്തെ വയസ്സ് ഇപ്പൊ. അപ്പൊ 30 ആവാൻ ഇനി അധികം സമയം വേണ്ട. 30 എന്താ കാര്യം? ചില സമയത്തുണ്ടല്ലോ 3 വയസ്സുള്ള പിള്ളേരുടെ സ്വഭാവ ചേട്ടന്. നിന്റെ അച്ഛനെ 55 വയസ്സായില്ലയോ? ഇപ്പോഴും 5 വയസ്സുള്ള പിള്ളേരുടെ സ്വഭാവം ഇല്ലയോ? അയ്യോ, അച്ഛന്റെ കാര്യം വീട്. അച്ഛൻ ഒരു വേറെ ടൈപ്പ് മനുഷ്യനാണ്. ഹി ഈസ് എ സൂപ്പർ ഹ്യൂമൻ ബീങ്. ഓ, അച്ഛൻ എന്ത് കാണിച്ചാലും പറയും സൂപ്പർമാൻ എന്ന്. അമ്മ സൂപ്പർ വുമൺ അല്ലേ അമ്മ? വാ. അല്ല, നിങ്ങൾ ഈ വിഷ്ണുവിന്റെ കാര്യത്തിൽ എന്താ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാത്തത്? ബാലുവിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആര് പറഞ്ഞു? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ചേട്ടന് നല്ല കല്യാണാലോചനയൊക്കെ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് അച്ഛൻ കൊണ്ടുവന്ന കല്യാണാലോചന കുറിച്ച് ഒന്നും പറയാണ്ടിരിക്കണ നല്ലത്. എന്താ കുഴപ്പം? അമ്മ ഇതുവരെ എന്തെങ്കിലും കല്യാണാലോചന കൊണ്ടുവന്നോ? ഇല്ലല്ല. ഈ അമ്മയ്ക്കാണ് ഒരു ഉത്സാഹമില്ലാത്ത ചേട്ടന്റെ കാര്യത്തില്. ഇപ്പോഴും കൊഞ്ചിച്ചുകൊണ്ട് നടക്കൂല്ലേ പാറുവിനെ പോലെ. അല്ല, പാറുവിനെയും കൊഞ്ചിക്കാറില്ല, ചേട്ടനെ കൊഞ്ചിക്കും. അങ്ങനെ കൊഞ്ചിച്ചൊക്കത്തെടുത്ത് വെച്ചോണ്ട് നടന്നോ? അവൻ ഇങ്ങനെ അടുക്കള ചുറ്റിപ്പറ്റി നടന്നേ അവന്റെ ജീവിതം അങ്ങനെ തീരും. അമ്മ പോണാ? ഞാൻ ഇവിടെ നിന്ന് വല്ലതൊക്കെ പറഞ്ഞു പോകും. ഇത്ര നേരം ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാനല്ലേ നിൽക്കുന്നത്? അച്ഛൻ എന്തിയടാ? അച്ഛനോ? അച്ഛൻ ജംഗ്ഷൻ വരെ പോയി. എടാ, 24 മണിക്കൂർ ഈ ജംഗ്ഷനിൽ പോയിരിക്കാൻ എന്തുവാ? അവിടെ കനകക്കെട്ടി വല്ലതും ഇരിപ്പുണ്ടോ? മാമി കനകക്കെട്ടിന്റെ കാര്യമൊക്കെ പറയണ്. എനിക്ക് വല്ല ഉരുപ്പടി വല്ലതും ഉണ്ടാക്കി തരാൻ പോണാ? എത്തിയാ മാമി, നമ്മൾ വൈകിയാണ് വരണമെങ്കിലും വരുമ്പം കാര്യമായിട്ടൊരു വരവാണ്. എടാ ബാലു, നിനക്കേ ഈ ലോകം മൊത്തം ബന്ധമുള്ളവനല്ലയോ? നിന്റെ മോന് നല്ലൊരു സംബന്ധം കണ്ടെത്താൻ നിനക്ക് പറ്റുന്നില്ലയോ? ഈ പടവല കുടുംബം എന്ന് വെച്ചാൽ വലിയ കുടുംബമില്ല. എൻ്റെ വേരുകൾ വ്യാപിച്ച് ചോനറ തല വരെ കിടക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആർക്കും അവനൊരു പെണ്ണ് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റില്ല ഇതുവരെ. എന്തെങ്കിലും കാര്യമായ കാര്യം പറയുമ്പോഴേ നീ വായടപ്പിക്കാൻ തിരികെ എന്തെങ്കിലും ഇങ്ങോട്ട് പറയും. അതാണ് കയ്യിലുള്ള ഏറ്റവും വലിയ മാജിക്ക്. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഉടനെ തിരിച്ചിങ്ങോട്ട് മറുപടി പറയും. പിന്നെ തിരിച്ച് നമ്മളൊന്നും പറയാൻ പറ്റില്ലല്ലോ, വായടഞ്ഞു പോകും. അച്ഛന്റെ നാക്കിന്റെ തുമ്പില് സരസ്വതി ദേവി പൂണ്ട് വിളയാടുമല്ലേ? എത്തിയല്ല നമ്മുടെ കഥാനായകൻ. കഥാനായകന് മോനെ, നീ ഇവിടെ വന്നിരുന്നേ. വാ, ഇവിടെ വന്നിരി. എന്താ മൂമ്മ? പാറുവേ വേണ്ട. എന്താ മൂമ്മ? എന്താമ്മ? അല്ല, നീ ഇങ്ങനെ നടക്കുന്നതിൽ അമ്മൂമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഞാൻ എങ്ങനെ നടക്കണില്ല അമ്മൂമ്മയ്ക്ക് വിഷമം? അല്ലടാ, നീ ഒരു കല്യാണമൊക്കെ കഴിച്ച് കാണണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. എടാ, സമയമായി. വൈകിയ പിന്നെ കല്യാണം അമ്മൂമ്മ കാണാൻ പറ്റുമോ? ഒരുപാട് വൈകി കഴിച്ച മാമിക്ക് മാത്രമല്ല എനിക്ക് കാണാൻ പറ്റൂല. എന്റെ എത്ര നല്ല കൂട്ടുകാരികളെ ഞാൻ പരിചയപ്പെടുത്തിയതാ. അതിനകത്ത് 1-2 കൊള്ളായിരുന്നു കേട്ടാ. പൊട്ടൻ അതേപോലും കഴിവില്ല. നീ എന്താ വിളിച്ചേ? പൊട്ടന്ന്. മാപ്പൂരടി. എന്തിന് മാപ്പൂരടി? ഇത് മാപ്പൂരണ്ട കേസ് തന്നെ. മാപ്പൂറ ചേച്ചി. സോറി. പിള്ളേരെല്ലാം വഷളാണ്. ഈ ചോനറ തലയിൽ നല്ല പിള്ളേരെങ്കിലും ഉണ്ടാ? ചോനറത്തലയില് നല്ല പിള്ളേരൊന്നും ഇല്ല. നമ്മുടെ സുധർമ്മയില്ലയോ, അവിടെ മോടെ കല്യാണം കഴിഞ്ഞു. അത് കുഴപ്പമില്ല. അല്ല, അത് കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ് കുഴപ്പമില്ല. വേറെ പിടി, വേറെ പെണ്ണ പിള്ളേരെ നോക്ക്. പിന്നെ നമ്മുടെ രാജിയുടെ മോള്, അവക്ക് 10-17 വയസ്സേ ഉള്ളൂ. രാജിയെ നോക്കട്ടെ. ഇതുപോലെ നീണ്ടിട്ട് പോയ ഇതുപോലെ ആയി പോകും. അച്ഛൻ്റെ ഇഷ്ടം പോലെ. കണ്ടാ, അവരിപ്പോഴും റെഡിയാണ്. അച്ഛനും കൊള്ളാം, മോനും കൊള്ളാം. അമ്മ പറയമ്മ.
ഇനി ചോനറ തലയിലൊന്നും അന്വേഷിക്കണോടി. അത് വേണ്ടതേ, പ്രശ്നം പിടിച്ച ടീമിനാണെന്നേ. എന്തോന്ന് പ്രശ്നം? അല്ല, ഈ ബന്ധുക്കളെയുള്ള കല്യാണം ശരിയാവൂല അല്ലേ? അല്ലേ? എപ്പോഴും വഴക്ക് കിടങ്ങി. എന്നാ പിന്നെ വേണ്ട. പാഴൂര് ആരെങ്കിലും ഉണ്ടോ അമ്മ? പാഴൂരില്ല, പക്ഷെ പിറവത്തുണ്ട്. പിറവത്ത് നല്ല കുറേ ബന്ധുക്കളുണ്ട് നമുക്ക്. അപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു കല്യാണത്തിന് പോയായിരുന്നു. കല്യാണത്തിന് പോയപ്പോഴേ അവിടെ കുറച്ച് നല്ല പെൺപിള്ളാരെ ഞാൻ കണ്ടു. പാഴൂരെ പറഞ്ഞത് ഏതെങ്കിലും പെണ്ണ് കെട്ടി കൊടുക്കണം. വഴി തിരിച്ച് പോട്ട്. എന്തോന്നാ വഴി തിരിച്ച് പോട്ടെന്ന്. വഴിതിരിഞ്ഞ് പോട്ടെന്നാ? ഒരു വഴി വഴച്ച് പോട്ടെന്ന്. അല്ല, ഇപ്പൊ എന്താ വഴി? വഴിതിരിഞ്ഞ് പോട്ടെ. വഴി തിരിച്ച് പോട്ട്. ഓ, അത് കറക്റ്റ്. ഒരു വകതരിവില്ലാത്തൊരു സാധനമായി പോറ്റത്. എന്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കുന്നത്? പ്രായം ഒരുപാടായി കഴിഞ്ഞാലേ പെണ്ണ് കിട്ടാൻ കഷ്ടപ്പാടാ. പ്രായം ഒരുപാടായെന്ന് ആർക്കടി പ്രായം ഇത്? എടാ, പ്രായം ഇങ്ങനെ കയറി 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 പോയിട്ടുണ്ടെ പിന്നെ താഴോട്ട് വരില്ലല്ലോ, അതാണ് പറഞ്ഞത്. എടാ, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ, ധൈര്യമായിട്ട് പറഞ്ഞോ. പറയടാ, ഒന്നളങ്ങ. എന്തോന്ന് വെച്ചാ ഇതിൻ്റെ ഇതൊക്കെ ചോദിച്ച് എൻ്റെ ബാക്കിയുള്ളവൻ്റെ പകുതി ഉയരും പോയി. അച്ഛാ, ചോദിച്ചൊന്നും ഒരു കാര്യമില്ല. 40 കാര്യത്തായില്ലേ, പിന്നാണ് ഈ വയസ്സാം കാലത്ത്. വയസ്സാം കാലത്താ? വയസ്സ് നിന്റെ അച്ഛനും. ആ, സോറി അച്ഛാ, അമ്മ ചെറുക്ക. ചേട്ടാ, ഇനിയിപ്പോ 2-3 വർഷം കഴിഞ്ഞാലേ മുടിയൊക്കെ അങ്ങ് നരച്ച് തുടങ്ങും. ആർക്കടി നരയ്ക്കണത്? ആര് നരച്ചത്? ഇപ്പൊ തന്നെ അവിടെ ഇവിടെ ഓരോന്നൊക്കെ നരച്ചിരിപ്പുണ്ട്. എവിടെടാ? തമാശ കളിക്കലടാ. ഇതാവും പോയി. ഈ ചെറുക്കൻ പിടി കയറണില്ലല്ലേ? അതിനാ ഇവിടെ പിടിച്ചിരുത്തിയത്. എല്ലാവരോടും ശരിയാക്കിയല്ലോ. ഞാൻ ചെറിയ പോട്ടെ. പോണാ? അല്ല, നിന്റെ അടുത്ത് ഇരുന്നിടത്തോളം എനിക്ക് മതിയായി.